എൻ്റെ ജീവിതത്തിൽ കരിയർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ ഒപ്പമാണ്. അത് ലാളനമായിരിക്കാം, സ്ത്രീ ജന്മം, പിന്നെയും സ്ത്രീ, പിന്നെ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഒരു പടം, പിന്നെ ഈ പടം. അവര് പറയാണ്, അല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നതേ നിങ്ങളിങ്ങനെ സീരിയലിൽ മാത്രം ഒരുമിച്ചുള്ളൂ എന്നാണ്. നിങ്ങളിങ്ങനെ ജീവിതവും യാത്രയും എല്ലാം ഇങ്ങനെ ഒരുമിച്ചാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ യാത്ര പോലും ഒരുമിച്ച് തന്നെയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. അവര് തമാശയിൽ പറഞ്ഞു. അപ്പൊ അതിങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും. മാമിന് അതിനകത്ത് ലൂസ് ഉണ്ടോ? അതിനകത്ത് ലൂസ് ഇല്ല. ഇവരൊക്കെയാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആളുകൾ. വിനയൻ ശരിക്കും അതിൽ വരുന്നത് എനിക്ക് പെരുന്തച്ചൻ കഴിഞ്ഞിട്ടാ അല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ അന്ന് കാണുന്ന അങ്ങനെയാണ്. പെരുന്തച്ചനിൽ അഭിനയിച്ച ഹീറോയിനാണ് വരുന്നത് എന്നുള്ള മട്ടിലാണ് ഞങ്ങളന്ന്. ശരിക്കും ജഗദീഷ് സർ, സിദ്ദിഖിന്റെ ഈ ഓൺ സ്പോട്ട് ജോക്സ് ഉണ്ടാവും പലതും. അതറിയാമല്ലോ നിങ്ങൾക്ക്. ഇവരുടെയൊക്കെ സെൻസ് ഓഫ് ഹ്യൂമർ ഈസ് സംതിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. മധുസാറിനെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ മധുവാണ്, ഇവിടെ ഉണ്ട്. ഞാൻ അയ്യോ സാർ അങ്ങനെ പറയല്ലേ, ഞാൻ വിളിക്കാൻ വിട്ടുപോയതാണ് സാർ. അല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല, എനിക്കറിയാം നിങ്ങൾ തിരക്കാണെന്ന് അറിയാം. സാർ എപ്പോഴും അങ്ങനെയാണ്. അല്ലാണ്ട് ഒരു കാര്യത്തിലും സാർ നമ്മളെ കുറ്റപ്പെടുത്തില്ല. സാർ ഒരിക്കൽ പറയാണ്, സിനിമ കാണാറില്ല. സാർ പറയണത്, എനിക്ക് ടി വിയിൽ സിനിമ കാണുന്നതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. കാരണം സിനിമ കാണുമ്പോൾ സിദ്ദിഖ് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും നിൽക്കുന്നവർ ആരും എൻ്റെ കൂടെ ഇല്ല. എനിക്ക് അത് ഓർക്കാൻ പറ്റുന്നില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കാണുന്ന ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയാളത്തിനോട് ചേർന്ന ചില പേരുകൾ അപൂർവങ്ങളായേ കാണാറുള്ളൂ സിനിമ ടൈറ്റിലായിട്ട് വരുന്നത്. ഈ അടുത്ത് ഞാൻ കണ്ട ഒരു മനോഹരമായ പേരാണ് മധുരമീ ജീവിതം എന്ന് പറയുന്ന ഒരു പേര്. ശരിക്കും സിദ്ദിഖിക്ക് മധുരമീ ജീവിതം എന്ന് പറയുന്ന പേര് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ സിദ്ദിഖിക്ക് മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു സിനിമ പേര് ഏതാണ്? ശരിക്കും ഇതുപോലെ മനസ്സിൽ ഓർത്ത് വെക്കുന്ന ഇക്ക ചെയ്തായിട്ടുള്ള ഏതെങ്കിലും സിനിമകളിൽ? അദ്ദേഹം എന്ന് പറഞ്ഞ പേര് എനിക്ക് പെട്ടെന്നൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നിയൊരു പേരാണ്. പേരുകളാണ് നമ്മളെ എപ്പോഴും നമ്മളെ ഒരു റിപ്പൾസീവ് ആക്കുന്നതും അട്രാക്റ്റ് ചെയ്യിക്കുന്നതും. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ചില സിനിമകൾ, നല്ല സിനിമകൾക്ക് മോശം പേരിടുകയും മോശം സിനിമകൾക്ക് നല്ല പേരും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ആ നല്ല പേരുകൾ കൊണ്ട് നമുക്ക് ആ സിനിമ കാണണം എന്നൊരു തോന്നൽ വരും. ഇപ്പോൾ ഏത് സിനിമ കാണാൻ പോകുന്നു എന്ന് ചോദിച്ചാൽ ഉദറ കാണാൻ പോകണമെന്ന് പറയാൻ നമ്മളൊന്ന് മടിക്കും. മോഹൻലാൽ അഭിനയിച്ച സിനിമയാണെങ്കിൽ പോലും ഞാൻ ലാലിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ലാല് പറയാതിരുന്ന ആ പേരിടണ്ടെന്ന് പറയാം. അല്ല, നമ്മളതിനകത്ത് ഇടപെടണ്ടല്ലോ എന്ന് അദ്ദേഹം പറയും. പക്ഷെ അങ്ങനെയല്ല, നമ്മളെ പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് അകറ്റുകയും അല്ലെങ്കിൽ അടുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മധുരമീ ജീവിതം എന്നുള്ള പേര് ആദ്യം എൻ്റെ അടുത്ത് ശ്രീലാലും മാത്യുവും പറയുമ്പോൾ തന്നെ പേര് നമുക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നിയൊരു പേരാണ്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സിനിമകളുടെ പേര് ഓർക്കാൻ കഴിയാത്തത്. അപ്പം ഈ നല്ല പേരുകളെക്കാൾ മോശം പേരുകളിട്ട് സിനിമയെ ആളുകൾ തിയേറ്ററിൽ നിന്ന് അകറ്റിയ പേരുകളാണ് എപ്പോഴും കൂടുതൽ. അഞ്ചക്കള്ള കോക്കാൻ എന്ന് പറയുന്നത് നല്ല സിനിമയാണ്. ഞാൻ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളിൽ ഒന്നാണ് അഞ്ചക്കള്ള കോക്കാൻ. ഞാനിപ്പോൾ ചെമ്പൻ വിനോദിനെ വിളിച്ച് ചോദിച്ചു, എന്താണ് അങ്ങനെ ഒരു പേരിട്ടത്? അപ്പോൾ വിനോദിൻ്റെ അനിയൻ എന്നെ വിളിക്കുകയും ചെയ്തു, പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പേരാണ്, അത് വേറൊരു കൺസെപ്റ്റാണ്. ആ പേര് പെട്ടെന്ന് ചിലപ്പോൾ ആളുകളെ അട്രാക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇട്ടുപോയത്. പക്ഷേ ഇട്ടതിന് ശേഷം അത് മനസ്സിലായി, അതല്ല കുറച്ചുകൂടെ നല്ല പേരിടാമായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സിനിമയുടെ തുടക്കം ഏതായാലും നല്ല രീതിയിൽ തന്നെയാണ്. ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ്. മധുരമീ ജീവിതം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള പേരായിട്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. മാമിന് ഇതിനകത്ത് അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്താണ് ഈ സിനിമ കഥ പറയുമ്പോൾ? ഒന്നാമത്, ഇതുപോലത്തെ വേറെ സിനിമ, വേറെ കഥ വന്നിട്ടുണ്ടാവും. പക്ഷേ ഇത് കംപ്ലീറ്റ് നാടൻ സ്റ്റോറിയാണ്, കേരള നാടൻ സ്റ്റോറിയാണ്. അത് പിന്നെ നമുക്ക് ഈ ആക്ടേഴ്സിന് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, എനിക്ക് കുറച്ചും കൂടി കൂടുതലൊരു ഫുട്ടേജ് കിട്ടണം, എത്ര റോൾസിൽ പെർഫോം ചെയ്താലും കുറച്ചും കൂടി നന്നാക്കി ആക്ടിങ് ചെയ്യണം, കുറച്ചും കൂടി നന്നായിരിക്കണം എൻ്റെ ക്യാരക്ടർ എന്നുള്ള ഒരു തോന്നൽ വന്നു പോകും. അതാണ് എൻ്റെ ഒരു വലിയൊരു അട്രാക്ഷൻ. പെർഫോം ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട് എന്ന നിലയിലാണ് എനിക്ക് ഇതിൽ കുറച്ചും കൂടി യോജിപ്പ് തോന്നുന്നത്. പിന്നെ സിദ്ദിഖ് സാറുണ്ട്. ഞാൻ പറയട്ടെ, അല്ല, ഒരു കാര്യം ഞാൻ തീർത്തും പറയണം. എൻ്റെ ജീവിതത്തിൽ, കരിയർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് സാറിൻ്റെ ഒപ്പമാണ്. അത് ലാളനമായിരിക്കാം, സ്ത്രീ ജന്മം, പിന്നെയും സ്ത്രീ,
പിന്നെ സെൻട്രൽ ജയിലിൽ നിന്നുള്ള ഒരു പടം, പിന്നെ ഈ പടം ഒത്ത് നോക്കുമ്പോൾ മൂക്കില്ല ഞാനത് ചോദിക്കാൻ വേണ്ടി അതുണ്ട് അപ്പോൾ ലീന ഹാ ലീനയും വേണു. അതെ, അതിലൊക്കെ എൻ്റെ കരിയർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നാളുകൾ ഞാൻ ഷൂട്ടിംഗ് ചെയ്തിരിക്കുന്നത് സിദ്ദിഖ് ജിയോടാണ്. അപ്പോൾ ആ ഒരു പൊരുത്തം അത് പറയാൻ പറ്റാത്ത ഒരു ഇതാണ്. ഇറ്റ്സ് എ ലവ്ലി കോംബോ ആൻഡ് ദ കംഫർട്ട് സോൺ വാട്ട് ഐ ഗെറ്റ് വെൻ ഐ പെർഫോം വിത്ത് ഹിം ഇസ് സംതിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. സോ ഐ ഷുഡ് ബി താങ്കിങ് ഹിം ഫോർ ദാറ്റ്. ഇത് ഒരു നല്ലൊരു അട്രാക്ഷൻ ആണ് എനിക്ക്. പിന്നെ കഥ പറയുമ്പം നന്നായിരുന്നു, നല്ല കഥാപാത്രം, നല്ല കഥ, നന്നായി എടുക്കാൻ പോകുന്നു, പിന്നെ പറ്റുന്നതും നന്നായി എടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ വാക്കുകൾ, ഡയറക്ടറിൻ്റെ വാക്കുകൾ എന്നെ കൂടുതൽ അട്രാക്ട് ചെയ്തു. അവരെ 100% വിശ്വസിച്ചു. ഞാൻ മൂക്കില്ല രാജ്യത്തിൻ്റെ കാര്യം ലാസ്റ്റ് ചോദിക്കാൻ വേണ്ടി വെച്ചത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ട് ഞാൻ അതിനെ ഇൻട്രപ്റ്റ് ചെയ്ത് ചോദിക്കുകയാണ്. ശരിക്കും അതിനകത്ത് ആ വേണു ആണെങ്കിലും ലീനയാണെങ്കിലും അതൊരു പാരലൽ വേൾഡ് കഥയാണ് ശരിക്കും. ഇപ്പം കണ്ടാലും അതിനകത്ത് സീനുകൾ ഓർത്തോർത്ത് ചിരിക്കുകയും വീണ്ടും വീണ്ടും കാണാൻ തോന്നുകയൊക്കെ ചെയ്യുന്ന അതിനകത്ത് ആ വേണു എന്ന് പറയുന്ന ക്യാരക്ടർ ശരിക്കും ആ സിനിമയുടെ ഒരു മെമ്മറി ഓർക്കുന്നുണ്ടോ ഇപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ? പിന്നെ അത് ടി വിയിലൊക്കെ കാണുമ്പോൾ ഓർക്കും. അത് ശരിക്കും പറഞ്ഞാൽ ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിന് കിട്ടിയ ഒരു അക്സെപ്റ്റൻസിനേക്കാളൊക്കെ വളരെ വലുതാണ്. ലേറ്റസ്റ്റ് സ്റ്റേജിൽ അത് ആളുകളിങ്ങനെ അതിൻ്റെ റീൽസായിട്ട് കണ്ടും ടി വിയിൽ കണ്ടുമൊക്കെ പിന്നീട് നമ്മളൊക്കെ അന്ന് ചിലപ്പോൾ ശ്രദ്ധിക്കാതെ പോയ ചില സംഭാഷണങ്ങൾ പോലും പിന്നീട് ആളുകൾ എടുത്തെടുത്ത് പറയുമായിരുന്നു അതിനകത്ത്. ആ സിനിമയൊക്കെ നമുക്ക് തിലകൻ ചേട്ടൻ്റെ ഒരു ഹ്യൂമർ ഒരു പരിവേഷം കണ്ടത് ഭീകരമായിട്ട് നമ്മളെ ചിരിപ്പിച്ചൊരു സിനിമ കൂടിയായിരുന്നു. ജഗദീഷ് ചേട്ടൻ, മുകേഷ് ചേട്ടൻ, തിലകൻ സാർ ഉണ്ടായിരുന്നു. അതാ തിലകൻ സാർ. അതിനകത്ത് വേറൊരു വേഷത്തിലാണ് മാം വരുന്നത്, വളരെ സീരിയസ് ആയിട്ട് മുകേഷ് ചേട്ടന്റെ പേരായിട്ട് വരുന്നത്. മാമിന് അതിനകത്ത് ഇച്ചിരി ലൂസ് ഉണ്ടോ? അതിനകത്ത് അതിനകത്ത് ലൂസ് ഇല്ല. ഇവരൊക്കെയാണ് കുറച്ച് നോർമൽ ആയിട്ടുള്ള ആളുകൾ. വിനയ ശരിക്കും അതിൽ വരുന്നത് എനിക്ക് തോന്നുന്നു പെരുന്തച്ചൻ കഴിഞ്ഞിട്ടാ അല്ലേ? അപ്പൊ ഞങ്ങളൊക്കെ അന്ന് കാണുന്ന അങ്ങനെയാണ്. പെരുന്തച്ചനിൽ അഭിനയിച്ച ഹീറോയിനാണ് വരുന്നത് എന്നുള്ള മട്ടിലാണ് ഞങ്ങളന്ന് വിനയ പ്രസാദ് എന്ന് പറഞ്ഞ ആക്ടറെ കാണുന്നത്. അതിനകത്തുള്ള ബബിൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതെ 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 അതെ. ഇത് തീരെ വ്യത്യസ്തമായ കഥാപാത്രമായിരുന്നു. പെരുന്തച്ഛൻ്റെ തമ്പുരാട്ടിയും പിന്നെ ഈ ലീനയും ഒന്നും ചേർക്കാത്ത ഒരു ബന്ധമില്ലാത്ത രണ്ടെണ്ണമായ ഒരു കഥാപാത്രമായിരുന്നു. എന്നാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ജഗദീഷ് സർ, സിദ്ദിഖ് ജിയുടെ ഈ ഓൺ സ്പോട്ട് ജോക്സ് ഉണ്ടാവും പലതും. അതറിയാമല്ലോ നിങ്ങൾക്ക്. ഇവരുടെയൊക്കെ സെൻസ് ഓഫ് ഹ്യൂമർ ഈസ് സംതിങ് ടു ദ നെക്സ്റ്റ് ലെവൽ. അതൊക്കെ എൻജോയ് ചെയ്തതാണ്. നല്ല ഓർമ്മകൾ. സിദ്ദിഖേട്ടൻ ഒരു പാട്ടുകാരനാണ് തെളിയിച്ച സിനിമ കൂടിയായിരുന്നു വേണു. നമ്മള് ഗായത്രി, അതാ സിനിമയുടെ പേര് പറഞ്ഞു വരുന്നല്ലോ. അപ്പോ ഗായത്രിക്ക് ഏറ്റവും ഫേവറേറ്റ് ഉള്ള ഒരു പേര്? എനിക്ക് ആലോചിക്കുമ്പോൾ നിറമാണ് വരുന്നത്. കാരണം ആ സമയത്ത് നിറം എന്നെ ഭയങ്കരമായിട്ട് ക്യാപ്ചർ ചെയ്യും. നിറത്തിന്റെ കാസറ്റ് കിട്ടാൻ വേണ്ടി ഞാൻ പല കടകളിലും കയറി ഇറങ്ങിയത് ഞാൻ ഓർക്കുന്നു. അപ്പൊ എനിക്ക് നിറമാണ് പെട്ടെന്ന് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത്. പൂജ, അപ്പോൾ എനിക്ക് തോന്നിക്കൂടത്തെ ഏറ്റവും നന്നായിട്ട് ഇവിടെ ഇരിക്കുന്നവരുടെ ടെൻഷൻ അറിയുന്നത് പൂജയ്ക്ക് ആയിരിക്കും. പൂജ ഈ സിനിമയിൽ എന്താണ് ക്യാരക്ടർ, എങ്ങനെയാണ്? ഞാനതിൽ സിദ്ദിഖയുടെ ഡോട്ടർ ഇൻ ലോ ആയിട്ടാണ്. ആൻഡ് എനിക്ക് ഇത്രയും കാലത്തിന് ശേഷം നല്ല ഇമോഷണൽ ഇൻറ്റൻസിറ്റി ഉള്ളൊരു ക്യാരക്ടറാണ് എനിക്കിതിൽ അഭിനയിക്കാൻ കിട്ടിയത്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഫാമിലി വുമൺ ആയിട്ട് ഇതിൽ ഞാനൊരു അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഐ എം വെരി ഹാപ്പി. മനുഷ്യൻ ഈ പ്രായത്തിലും പ്രണയം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് നോർമൽ കാര്യമായിട്ട് പറയാറുണ്ട്. എപ്പോഴും എല്ലാവരുടെയും മനസ്സിലും പ്രണയം ഇങ്ങനെ കാത്തു സൂക്ഷിക്കുന്നു. പ്രണയം എന്ന് പറയുന്നതിനെ സിദ്ദിഖയുടെ ഒരു ഡെഫിനിഷൻ. ഇതിൽ ഈ സിനിമയെ നമ്മളങ്ങനെ ഒരു കാണാൻ പോകുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കണ്ട. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ അത് പ്രണയമല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇമോഷൻസാണ്, അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ റിലേഷൻഷിപ്പാണ്. ഇതിൽ ഞാൻ വിനയമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്, എനിക്കെൻ്റെ മരുമകളുമായിട്ടുള്ള ഒരു റിലേഷനുണ്ട്. ഞാൻ പറയുന്നുണ്ട് അവളെൻ്റെ മരുമകളല്ല മകളാണെന്ന് പറയുന്നുണ്ട്. മകനേക്കാൾ കൂടുതൽ ഇഷ്ടം എനിക്ക് എൻ്റെ മരുമകൾക്കാണെന്ന് പറയുന്നത്. ആ റിലേഷൻഷിപ്പ് അത് ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. അതിൽ കാണിക്കുന്നതും ആ ബന്ധത്തിനും വലിയ വാല്യൂ ഉണ്ട്. മകനും ഇയാളും വളരെ മുഷ്നി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പക്ഷേ മകൻ്റെ ഒരു കൺസേൺ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാണ് അങ്ങനെ മുഷ്നി അത് വേറെ രീതിയിലുള്ള ഒരു ബന്ധമാണ്. അങ്ങനെ പലരും തമ്മിലുള്ള പല ബന്ധങ്ങളുണ്ട്. ഒരു
പ്രണയമല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു റിലേഷൻഷിപ്പാണ് നമ്മുടെ ഫാമിലി. ബന്ധങ്ങളാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ കൂടെ വർക്ക് ചെയ്തതിൽ ശരിക്കും സിദ്ദിഖയ്ക്കും മിസ് ചെയ്യുന്ന ആരെയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതിൽ? ഇപ്പോൾ ഒരുപാട് പേരുടെ പേര് പറഞ്ഞു. അല്ല, നമുക്കങ്ങനെ ഒരാളെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. ആരെയാണ് മിസ് ചെയ്യാത്തത് എന്നാണ് ആലോചിക്കുന്നത്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് 1986, 87 കാലഘട്ടത്തിലാണ്. അപ്പോൾ മലയാള സിനിമ കണ്ട എക്കാലത്തെയും ഏറ്റവും മികച്ച നടീനടന്മാർ, ഏറ്റവും മികച്ച സംവിധായകർ, ഏറ്റവും മികച്ച തിരക്കഥാകൃത്തുക്കൾ എല്ലാവരും ഇൻഡസ്ട്രിയിൽ വളരെ സജീവമായി നിന്നിരുന്നൊരു കാലഘട്ടമാണ്. അതാണ് എനിക്കൊക്കെ കിട്ടിയ ഭാഗ്യം. ഞാൻ വന്ന് ഈ അഭിനയം എന്താണെന്ന് പഠിക്കുന്നത് ഈ അഭിനയത്തിൻ്റെ ഏറ്റവും നല്ല ഗുരുക്കന്മാരിൽ നിന്നാണ്. എങ്ങനെ നടക്കണമെന്നും എങ്ങനെ ഇരിക്കണമെന്നും എങ്ങനെ നോക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തരാനുള്ള പ്രാപ്തരായിട്ടുള്ള ആളുകളുടെ കൂടെയാണ് ഞാൻ എൻ്റെ ഈ ജോലി തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ആരെയാണ് മിസ് ചെയ്യാത്തത്? എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ നമ്മൾ ചിലപ്പോഴും ഒരാളെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ മറ്റൊരാളുടെ ബന്ധുക്കൾക്ക് അതൊരു വിഷമാവുന്നതുകൊണ്ട് മാത്രം ഞാൻ പേര് പറയാത്തുണ്ട്. എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്യുന്നതിനേക്കാൾ ഉപരി പലരുടെയും ഫോൺ നമ്പറൊന്നും നമ്മളിപ്പോഴും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വേറൊരാളെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴായിരിക്കുള്ളൂ ഇവരുടെ പേര് നമ്മൾ കാണുന്നത്. വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന അത് വല്ലാത്തൊരു ഫീലല്ലേ നമ്മൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ. നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് ഇവർ നമ്മളിങ്ങോട്ട് ഒരു കോൾ വന്നിട്ട് അപ്പോൾ ഞാനിപ്പോൾ മധുസാറിനോടൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ മധുസാറിനെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ സാർ എന്നെ ഇങ്ങോട്ട് വിളിക്കും. ഞാൻ മധുവാണ്, ഇവിടെ ഉണ്ട്. ഞാൻ അയ്യോ സാർ അങ്ങനെ പറയല്ലേ, ഞാൻ വിളിക്കാൻ വിട്ടുപോയതാണ് സാർ. അല്ലെങ്കിൽ ഇല്ല കുഴപ്പമില്ല, എനിക്കറിയാം നിങ്ങൾ തിരക്കാണെന്ന് അറിയാം. സാർ എപ്പോഴും അങ്ങനെയാണ്. അല്ലാണ്ട് ഒരു കാര്യത്തിനും സാർ നമ്മളെ കുറ്റപ്പെടുത്തില്ല. എനിക്കറിയാം, പക്ഷേ എനിക്ക് തിരക്കില്ലല്ലോ, ഞാനതുകൊണ്ടല്ലേ വിളിച്ചതെന്ന് പറയും. സാർ ഒരിക്കൽ പറയാണ് സിനിമ കാണാറില്ല. സാർ പറയണത് എനിക്ക് ടി വിയിൽ സിനിമ കാണുന്നതാണ് ഏറ്റവും വിഷമമുള്ള കാര്യം. കാരണം സിനിമ കാണുമ്പോൾ സിദ്ദിഖ് ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും നിൽക്കുന്നവർ ആരും എൻ്റെ കൂടെ ഇല്ല. എനിക്കത് ഓർക്കാൻ പറ്റുന്നു. അത് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നൊരു കാര്യം. മാമിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ പല ക്യാരക്ടേഴ്സിലൂടെ പോകുമ്പോഴും മലയാളികൾ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്നത് മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒറ്റ റോളാണ്. എപ്പോൾ കണ്ടുവച്ചാലും പേര് പറയുമ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ആ സിനിമ തന്നെ മറ്റൊരു ലാംഗ്വേജിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടപ്പോൾ അത് വേറൊരു ക്യാരക്ടർ ചെയ്തു. എനിക്കൊന്ന് അപൂർവങ്ങളിലായിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ചെയ്ത ക്യാരക്ടർ വേറെ ആൾ ചെയ്യുകയും എന്നാൽ അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അവിടെ പോയി തമിഴിൽ നമുക്ക് ചെയ്യുകയും ചെയ്യേണ്ടി വന്നു. ആ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായിരുന്നു മാമിൻ്റെ? ഒന്നാമത് കൾച്ചറൽ ഡിഫറൻസ്, ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടായിരുന്നു. മലയാളത്തിലുള്ള നേറ്റിവിറ്റി വേറെയാണ്, തമിഴിൽ ചെയ്തപ്പോൾ അതിൻ്റെ നേറ്റിവിറ്റി വേറെയാണ്, കന്നഡത്തിൻ്റെ വേറെയാണ്. പിന്നെ കഥയിൽ തന്നെ മാറ്റമുണ്ടായിരുന്നു. ആ ക്യാരക്ടേഴ്സ് സെയിം ആയിട്ടല്ല അവതരിപ്പിച്ചത്, അത് വേറെ മാതിരി ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അങ്ങനെ ആകുമ്പം ഉണ്ടായിരുന്ന സന്തോഷം മണിച്ചിത്രത്താഴിൻ്റെ ഒരു റീമേക്കായിട്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു റോള് ഞാൻ ചെയ്യുന്നുണ്ടല്ലോ അതിൽ എന്നുള്ള ഒരു സന്തോഷമേ എന്നിൽ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ കന്നഡയിൽ പോലും. പിന്നെ 2 ലാംഗ്വേജിലും പി വാസു സാറാണ് ഡയറക്റ്റ് ചെയ്തത്. അവർക്കൊരു വാശിയുണ്ടായിരുന്നു, വിനയൻ്റെ എല്ലാ പടത്തിലും ഈ മണിച്ചിത്രത്താഴിൻ്റെ റീമേക്കായിട്ട് ചെയ്യുന്ന എല്ലാ പടത്തിലും വിനയ ഒരു ക്യാരക്ടർ ചെയ്തേ പറ്റും, എനിക്ക് വേണം, നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ എന്താ പറയാം റിസൾട്ട് അറിയാം, അതിൻ്റെ എഫേർട്ട് അറിയാം, എല്ലാം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പല കാര്യങ്ങളും എന്നോട് ഇരുന്ന് സംസാരിക്കുമായിരുന്നു. എനിക്കത് അതിശയമായിരുന്നു. സാറേ ഞാൻ ഈ ഡിസ്കഷനിലൊന്നും ഇല്ലായിരുന്നു. ഞാൻ ചെയ്ത കഥാപാത്രം, പിന്നെ അതിൻ്റെ ഇമ്പാക്റ്റ്, മുഴുവൻ പടത്തിൻ്റെ ഇമ്പാക്റ്റ്, പിന്നെ ജനങ്ങളുടെ ഒരു പ്രതിക്രിയ, ഇത് മാത്രമേ എനിക്ക് അറിയാം, അതല്ലാതെ എനിക്ക് വേറൊന്നും അറിയില്ലെന്ന്. പക്ഷെ അവർ പറയിപ്പിക്കും, ചോദിച്ച് എന്നോട് ഏതെങ്കിലും ഒരു സജഷനോ അതോ ഇതോ എന്തെങ്കിലും ഒന്ന് ഏറ്റെടുക്കും. അങ്ങനെ ചെയ്തിട്ടാണ് കുറേ പടത്തിൽ ഞാൻ ഇതിൻ്റെ ഈ മണിച്ചിത്രത്താഴിൻ്റെ കുറേ വേറെ ഭാഷകളിലുള്ള ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട്, കന്നഡയിൽ ഫസ്റ്റ് പാർട്ടും ഉണ്ട്, സെക്കൻഡ് പാർട്ടുമുണ്ട്, ഇതിലൊക്കെ അഭിനയിച്ചത്. മാമിനകത്ത് ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ശ്രീദേവി അല്ലേ? അൺഡൗട്ടഡ്ലി. ഈ ശ്രീദേവി എന്ന് പറയുമ്പം ഒരു കാര്യം ഞാൻ ഓർത്ത് പറയണം. കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത് എന്നുള്ള പടത്തിൽ ഞാൻ അഭിനയിക്കുമ്പം മണിച്ചിത്രത്താഴ് റിലീസായിട്ട് കുറച്ച് സമയമായിരുന്നു. എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ, അങ്ങാടിപ്പുറ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിലായിരുന്നു ഷൂട്ടിങ്. അപ്പോൾ എവിടെന്നോ എനിക്ക് ഈ ശ്രീദേവി എന്നുള്ള ക്യാരക്ടറിൻ്റെ ഇത്രയും വലിയ കാര്യമായിട്ടാണ് ആൾക്കാരെ എടുക്കുന്നത്, ഇതൊന്നും യാതൊരു ഇതും ഇല്ല, കൽപ്പന ഇല്ല എനിക്ക്. അപ്പോഴാണ് ഒരു ശ്രീദേവി ചേച്ചി അവിടെ നിന്ന് കേൾക്കുന്നത്.
അപ്പം ഞാൻ ആരെയായിരിക്കുമോ എന്തോ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ വെറുതെ ഇരുന്നു. അപ്പോൾ മഞ്ജു വാര്യർ ഹീറോയിൻ ആണ്. മഞ്ജു വാര്യർ പറഞ്ഞു ചേച്ചിയാണ് വിളിക്കുന്നത്, ഒന്ന് തിരിഞ്ഞ് നോക്കുമെന്ന് പറഞ്ഞു. അപ്പം എന്നെയാണോ? അപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് നോക്കിയത് പോലും. സോ ചില ക്യാരക്ടേഴ്സ് അങ്ങനെ മനസ്സിൽ നിന്നു പോകുന്നു. ഈ ഒരു ക്യാരക്ടറും അങ്ങനെ നിന്ന് പോട്ടെ എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അത് ഇതുപോലെ ഈ ക്യാരക്ടറും രജിസ്റ്റർ ആവട്ടെ എന്നുള്ളത് അല്ലേ? അതെ അതെ, ഈ ക്യാരക്ടർ മധുരം ഈ ജീവിതം എന്ന പടത്തിലുള്ള ഈ ക്യാരക്ടറും അങ്ങനെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവട്ടെ എന്നുള്ള. ഗായത്രി പറഞ്ഞ പോലെ ഇവർ പറഞ്ഞൊരു പെർസ്പെക്റ്റീവ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സീനിയർ സിറ്റിസൺസിന്റെ അവരുടെ ഒരു ജീവിതം രീതി എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അവരെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത് ഗായത്രിയുടെ അഭിപ്രായത്തിൽ? അവരുടെ പ്രണയം എങ്ങനെയാണ്? ലൈക്ക് പ്രണയമല്ല, അവരുടെ ആ ലൈഫിനെ, അവരുടെ ആ സാഹചര്യത്തെ, ഇപ്പൊ സിദ്ദിഖ് പറഞ്ഞ ആ ഐസ്ക്രീം കഴിക്കുന്ന പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇപ്പോഴത്തെ ഒരു ലൈഫിൽ ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ അവരെ എങ്ങനെ അവരുടെ ലൈഫിനെ നോക്കി കാണുന്നത്? എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെയധികം അറിവും വിസ്ഡമും ഉള്ള ആൾക്കാരാണ് ഇവരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതൊന്ന് അവര് തുറന്ന് കാണിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കണമല്ലോ. ഇപ്പോൾ സിദ്ദിഖൊക്കെ പറഞ്ഞു കുറേ പേര് തഴയപ്പെടുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നില്ലേ, അത് നമ്മൾ തന്നെ ആ ഒരു പവർ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ പവറിൽ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ കേൾക്കാനുണ്ടാവും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും വിസ്ഡവും ഇവർക്ക് ഉണ്ടാവുമല്ലോ. അതെന്തായാലും ഒരു ലൈഫ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് എന്തായാലും പറഞ്ഞു തരാനുള്ള കപ്പാസിറ്റി ഇവർക്ക് ഉണ്ടാവും. അത് അവർ തന്നെ മുന്നോട്ട് വരണം, അവർക്കതിന് പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവസാനമായിട്ട് നമുക്ക് നിങ്ങളുടെ പേരിനെ കുറിച്ച് പറഞ്ഞ് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. കാരണം അന്ന് എനിക്ക് തോന്നുന്നു സീരിയൽ ഞാൻ കാണുന്ന കാലം മുതൽ എനിക്ക് ഓർമ്മയിലുള്ള നിങ്ങളുടെ ഹരിചേട്ടനും എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, രണ്ടുപേരുടെ ഒരു പേര് ഇന്ദു. അതെ, ആ ഒരു മലയാളികൾ ഓർത്തു വെച്ചിരിക്കുന്ന ഒരു പേർ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നു. ശരിക്കും അന്നത്തെ ആ ഒരു ഓർമ്മ മുതൽ ഈ നിമിഷം വരെ എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഫീൽ ചെയ്തു? നേരത്തെ വിനയ പറഞ്ഞില്ലേ ഇങ്ങനെ ഏറ്റവും കൂടുതൽ സമയം ഒരുമിച്ച് എൻ്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. ഞാനും ഏറ്റവും കൂടുതൽ ഒരു സ്ക്രീൻ സ്പേസ് എൻ്റെ പേരായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് വിനയുടെ കൂടെ തന്നെയാണ്. അത് കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞ സീരിയലാണ്. എത്രയോ കാലം നമ്മളിങ്ങനെ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും നാൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടും നമ്മളൊരു മുഷിഞ്ഞ് ഒരു നോട്ടം പോലും നോക്കേണ്ടി വന്നിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷെ അതങ്ങനെ പറയാൻ കാരണം പലരോടും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. വേറെ ചില ആളുകളുടെ ചില കാര്യങ്ങളിൽ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ ചിലരോട് നമുക്കൊരു ഇഷ്ടക്കുറവ് വരും, അവർക്കും വരും, അങ്ങനെ ചില തർക്കങ്ങളൊക്കെ. പക്ഷേ വിനയുടെ അടുത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. എപ്പോഴും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു. എന്നും അതുപോലെ ഒരു ഗിവ് ആൻഡ് ടേക്ക്. എന്ത് നമ്മളിപ്പോൾ ഒരു സീനിൽ എന്തെങ്കിലും ചെയ്യണ കാര്യങ്ങൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്താൽ പോലും അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ഒരു ലോങ് ജേണി വളരെ കംഫർട്ടബിളായിട്ടും വളരെ റെസ്പെക്റ്റ്ഫുള്ളായിട്ടും കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു രസകരമായ സംഭവം കൂടെ പറയാം. വിനയൊക്കെ ഓർമ്മ ഉണ്ടാകുന്നില്ല, ഞങ്ങൾ ഒന്നിച്ച് ഈ സ്ത്രീ നടക്കുന്ന സമയത്ത് ഈ പേരിങ്ങനെ ഭയങ്കര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ കുവൈറ്റിലൊരു പ്രോഗ്രാമിന് ഞങ്ങളെ ഗസ്റ്റായിട്ട് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ കുവൈറ്റിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് തോന്നുന്നു. തിരിച്ചു വരുമ്പോൾ കണക്റ്റഡ് ഫ്ലൈറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഖത്തറിൽ തന്നെ ഒരു മണിക്കൂറോളം കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ലോഞ്ചിലിരിക്കുക. അപ്പോൾ ഞാനും വിനയം കൂടെ ഇരുന്ന് സംസാരിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ഞാനവിടെ ഒരു സോഫയിൽ ഇങ്ങനെ ചാരി ഇരുന്നിട്ട് ഞാനിങ്ങനെ ഉറങ്ങിയിട്ട് ഉണർന്നു നോക്കുമ്പോൾ വേറൊരു ഫാമിലിയായിട്ട് വിനയ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അമേരിക്കയിൽ നിന്ന് എന്തോ വരും. അവരിതുപോലെ തന്നെ കണക്റ്റഡ് ഫ്ലൈറ്റാണ്. ഖത്തറിൽ നിന്ന് വീണ്ടും ഇങ്ങോട്ട് പോരണം. അപ്പോൾ ഹരിയേട്ടൻ എഴുന്നേറ്റല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവർ പറയാണ്, അല്ല ഞങ്ങൾ വിചാരിച്ചിരുന്നതേ നിങ്ങളിങ്ങനെ സീരിയലിൽ മാത്രം ഒരുമിച്ചുള്ളൂ എന്നാണ്, നിങ്ങളിങ്ങനെ ജീവിതവും യാത്രയും എല്ലാം ഇങ്ങനെ ഒരുമിച്ചാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ യാത്ര പോലും ഒരുമിച്ച് തന്നെയാണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞു. അവരൊരു തമാശയിൽ പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കും. അങ്ങനെ ആ പേരിന് ആളുകൾക്ക് എല്ലാവർക്കും ഇത്രയും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കമന്റ് വന്ന് ശ്രദ്ധിക്കേണ്ടിരിക്കുക. തിരിച്ചെന്താ പറയാനുള്ളത്? ശരിക്കും വിനയം ഒരു പാവമായതുകൊണ്ടാണോ എല്ലാം സെറ്റായി പോയത്? പാവമാണെന്ന് തോന്നുന്നുണ്ടോ? അറിയാം. അതല്ല, വിനയ മോഡസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. എന്തായാലും ഈ സിനിമ പേര് പോലെ മനോഹരമാണ്. അതും ഈ പറഞ്ഞ മലയാളികളുടെ ഉള്ളിലേക്ക് ഇറങ്ങട്ടെ. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ ആ സിനിമ ആളുകൾക്ക് കൺവേ ആവട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതൊരു ഇമ്പാക്റ്റ് ഉള്ള സിനിമയായി മാറട്ടെ. കണ്ടിട്ട് നമുക്കിനി വിശദമായിട്ട് വിജയിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം വീണ്ടും ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്.